പ്രിയമുള്ളവരെ, കളിച്ച് ചിരിച്ച് നടക്കുന്ന പ്രായത്തിൽ തന്റെ ജീവൻ ക്യാൻസർ എന്ന മാരാരോഗത്തിന് അടിമപ്പെട്ട് വളരെ പ്രയാസത്തോടു കൂടി 11 വയസ്സ് പ്രായമുള്ള ഈ പൊന്നുമകൾ ജീവിതത്തിനോട് മല്ലടിച്ച് ചെറു പ്രായത്തിൽ തന്റെ എല്ലാ പ്രയാസങ്ങളും ഉള്ളിലൊതുക്കി 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു മകളുടെ ദയനീയമായ ഒരു അവസ്ഥ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളും ഞാനും അകമഞ്ഞ് സഹായിച്ച് ഈ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവർ, എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെയും നിങ്ങളുടെയും കുട്ടികൾ അവരുടെ ഫ്രണ്ട്സുകളെ കൂടെ കളിക്കുമ്പോ ഈ മകള് വീടിന്റെ നിന്ന് ജനാലിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് അവരുടെ ഫ്രണ്ട്സുകൾ കളിക്കുന്നത് കൊതിയോടെ നോക്കി നിന്ന അവസ്ഥ പല സമയങ്ങളിലും ഈ മാതാപിതാക്കൾ ഉള്ളിലൊതുക്കി ജീവിച്ചവരാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. നമ്മുടെ മകളാണ്, നിങ്ങൾ നൽകിയ ജീവനാണ്. ആ ജീവൻ തിരികെ നൽകാൻ ഒരിക്കൽ കൂടി ഈ നാട്ടുകാരും വീട്ടുകാരും നമ്മളും എല്ലാവരും ഒരിക്കൽ കൂടി താഴ്മയോട് നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുമ്പോ അകമഴിഞ്ഞ് നിങ്ങൾ സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കലും സഹായിച്ച നിങ്ങൾ വീണ്ടും ഒരിക്കലും എന്നെ കൂടെ സഹായിക്കണം. എന്റെ കൂട്ടുകാരുടെ ഒപ്പം സ്കൂളിൽ പോകണം, കൂട്ടുകാരുടെ ഒപ്പം കളിക്കണം, സന്തോഷമായിട്ടിരിക്കണം. എല്ലാവരും എന്നെ ഒന്നും കൂടി സഹായിക്കണം പ്ലീസ്. എന്താ അപേക്ഷ? മാടക്കത്ര പഞ്ചായത്തിലെ 11 വയസ്സ് മാത്രമുള്ള നമ്മുടെ കുഞ്ഞനിയത്തി ലിയാമോൾ നമ്മുടെ എല്ലാവരുടെയും സഹായം തേടുന്ന ഒരു ഘട്ടം കൂടി വന്നിരിക്കുകയാണ്. മാടക്കത്ര പഞ്ചായത്തിലെ കട്ടിലപ്പുറത്ത് പ്രവീൺ പ്രിൻസി ദമ്പതികളുടെ മകളായിട്ടുള്ള 11 വയസ്സുകാരിയെ നേരത്തെ നമ്മൾ ശ്രീചിത്ര ആശുപത്രിയിൽ കൊണ്ടുപോയി ക്യാൻസർ ബാധ പൂർണ്ണമായിട്ട് മാറ്റാൻ വെല്ലൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മുടെ എല്ലാ സഹായത്തോടെ നല്ലതുപോലെ ചികിത്സിച്ചതാണ്. ലിയാമോൾ തിരിച്ചു വന്ന് സ്കൂൾ പ്രവേശനത്തിന് ഒരുങ്ങി സ്കൂളിലേക്ക് പുത്തനുടുപ്പുമായി യാത്ര തിരിച്ചതുമാണ്. എന്നാൽ വീണ്ടും നാം പോയി എന്ന് കരുതുന്ന അർബുദം ലിയാമോളെ വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ് ശരീരത്തിൽ. വെല്ലൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി 40 ലക്ഷം രൂപ അടിയന്തരമായി ചെലവ് വരുന്നൊരു ചികിത്സയ്ക്ക് അവിടെ നിന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലിയാമോളെ നമുക്ക് ഉപേക്ഷിക്കാനാവില്ല. ലിയാമോളെ നമുക്ക് വേണം, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. വെല്ലൂർ ആശുപത്രിയിൽ എത്ര രൂപ ചെലവ് വന്നാലും ഈ 11 വയസ്സുകാരിയെ ലോകത്തിൻ്റെ പൂക്കളും പുഷ്പങ്ങളും ഒക്കെയുള്ള സന്തോഷത്തിൻ്റെ നാളുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നാട്ടിലെ ജനങ്ങളും പഞ്ചായത്തും എല്ലാം കൂടി ചേർന്ന് ആ ചികിത്സാ സഹായ പദ്ധതി ഏറ്റെടുക്കുകയാണ്. ലിയാമോളുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ, ആ തിരിച്ചുപിടിക്കലിൽ ഒന്നുകൂടി പങ്കാളിയാകാൻ നിങ്ങളുടെ എല്ലാം സഹകരണം സവിനയം അഭ്യർത്ഥിക്കുന്നു.